നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയ്യോ, എന്താ മോളെ ഇത്? ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കൊടുക്കാന്നുള്ള വാക്ക് അർജുനേട്ടനെ നിറവേറ്റി കൊടുക്കാനായില്ലല്ലോ ശാരദാമ്മ എനിക്ക്. അയ്യോ മോളെ, പ്രീതി അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ ആ കടം വീട്ടിൽ കൊടുക്കാന്ന് പറയണ അർജുനേട്ടനോട്. എന്റെ പൊന്നു മോളെ. പിന്നെ എന്റെ അമ്മ അമ്മയെ ഞാൻ ചതച്ചിട്ടില്ലെന്ന് പറയണം. ഞാൻ എന്റെ അർജുനേട്ടനോടൊപ്പം കൊതി തീരും വരെ ജീവിക്കാതിരുന്നത് തന്നെ അമ്മ കാരണം. അമ്മയെ പേടിച്ചിട്ടല്ല, അമ്മയോടുള്ള സ്നേഹം കൊണ്ടാ. അതമ്മയ്ക്ക് അറിയോന്നറിയില്ല. എന്റെ മരണം കൊണ്ടെങ്കിലും. അയ്യോ, ഒന്നുമില്ല മോളെ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എനിക്ക് പ്രീതി. അയ്യോ മോളെ, പ്രീതി മോളെ, അനങ്ങുന്നില്ലല്ലോ. പ്രീതി, ശ്യാമേ, നീ പോയി വെള്ളം എടുത്തോളൂ മോളെ. പ്രീതി, എന്താ ശാരദമ്മേ? മോളെ. അയ്യോ പ്രീതി, പ്രീതി, മോളെ, മോന്റെ മോളെ, മോളെ. പ്രീതി, മോളെ. ഈശ്വര, പ്രീതി ചേച്ചി, പ്രീതി, പ്രീതി. ഭാമേ, ഭാമ എന്താന്ന്? ഭാമേ, എന്ത് പറ്റിയെന്ന് പറ. രാഘവേട്ട, എന്താ ഭാമേ? അത് നമ്മുടെ പ്രീതി. പ്രീതിക്ക് എന്താ പറ്റി? നമ്മുടെ പ്രീതി, അവള്. ഓ, നീ സ്വപ്നം തരം കണ്ടോ? എനിക്ക് അവളെ ഇപ്പൊ കാണണം. ഇപ്പോഴോ? ഇപ്പൊ തന്നെ. അതിലിപ്പോ സമയത്താണ് എന്റെ വിചാരം. രാത്രി 2 മണി കഴിഞ്ഞു. ഈ സമയത്താണോ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്? രാഘവേട്ട, എനിക്കറിയില്ല രാഘവേട്ട, എനിക്ക് പോണം, കണ്ടേ പറ്റൂ. ഭാമേ, തൽക്കാലം നീ കിടന്ന് ഉറങ്ങ്. എന്തായാലും നേരെ ഒന്ന് പുലരട്ടെ. രാഘവേട്ട, ഭാമയെ പ്രീതിക്കൊന്നും പറ്റില്ല. നിന്റെ മനസ്സിലെ കുറ്റബോധമാ നിന്നെ ഓരോ പേടി സ്വപ്നങ്ങൾ കാണിച്ചു തരുന്നത്. രാഘവേട്ട, ദേ, പ്രീതിക്ക് കാവലായിട്ട് അവിടെ ശാരദാമ്മയുണ്ട്. ഭാമേ, നീ എവിടെ പോവാ? ഭാമേ, ഭാമേ. ഞാൻ എടുത്തിട്ട് നീ വെള്ളം എടുത്ത മതിയടി. വേണ്ടി അങ്ങനെ ആളാവണ്ട. ഞാൻ എടുത്തിട്ട് നീ എടുത്ത മതിയടി വെള്ളം. നീ അവിടെ വിളിക്കാവണ്ട. ഒന്ന് പോടി, വെള്ളം എടുക്കാൻ. ഞാൻ ആരാന്നടി? നിന്റെ പൈപ്പടി ഇത്. അതെങ്ങനെ തട്ടാനുണ്ടല്ലോ.
ഡീ, അയ്യോ നാരായണി, നിന്നോടൊക്കെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇവിടെ കിടന്ന് അടിയുണ്ടാക്കരുതെന്ന്. ഞാനല്ല നാരായണി, ഇവളാണ് ലൈൻ തെറ്റിച്ചത്. മിണ്ടി പോകരുത്. ആരാ ആദ്യം വന്നേന്ന് വെച്ചാ മര്യാദക്ക് കുടം വെച്ച് വരി നിന്നോ. ഇനി ആരെങ്കിലും വരി തെറ്റിച്ചാ നാരായണയുടെ കൈയുടെ ചൂടറിയും. ആഹാ, എത്ര പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷം, എത്ര അച്ചടക്കമുള്ള ആൾക്കാർ. അല്ല, ഇവരൊക്കെ എന്താ മിണ്ടാതെ നിൽക്കുന്നേ? ആരെങ്കിലും മരിച്ചോ? ആ, ഇവരൊന്നും ഒരു പണിയില്ലാത്തവരല്ലേ. കുറച്ചു നേരം കാത്തു നിന്നാൽ ഒന്നും പറ്റാൻ പോകുന്നില്ല. എക്സ്ക്യൂസ് മീ, ഞാൻ ഈ കുടം ഒന്ന് മാറ്റുകയാണേ. കുറച്ച് ബിസിയാ, അതുകൊണ്ടാ. പുറമേ കാണും പോലെ അല്ല, നല്ല അനുസരണയുള്ള ജന്തുക്കളാ. ബഹുമാനിക്കേണ്ടവരെയൊക്കെ ബഹുമാനിക്കാൻ അറിയാം. ആരാടി നീ? എന്ത് നീന്നോ? യു നോ ഹൂ ഐ ആം? എടി, ഇംഗ്ലീഷ്. അതെ, UK ജോലി ചെയ്യുന്ന രാജശേഖരന്റെയും സരളയുടെയും മോളാ ഞാൻ. കൊട എടുത്ത് മാറ്റടി സരളയുടെ മോളെ. യു നോ യു ഹാവ് നോ റൈറ്റ് ടു ഇൻസൾട്ട്. നിന്നോടാ പറഞ്ഞത് മര്യാദക്ക് കൊട എടുത്ത് മാറ്റാൻ. ഡീന്നോ? വിടാൻ. പോടി. അവളുടെ മോന്തയിലെ കുറെ ചായവും മുറി ഇംഗ്ലീഷും. അതെ, കോളനി പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കണമെങ്കിൽ മര്യാദക്ക് വരി നിന്ന് വെള്ളം എടുത്തോണം. ഏത് മുത്തുപ്പട്ടര മകളായാലും നാരായണയായി പറയുന്നേ. നാരായണ ചേച്ചി, അത് പത്മാവതി അമ്മയുടെ മരുമോളാ. ഇവിടത്തെ രീതികളൊന്നും അറിയില്ല. എന്നാ അത് നേരത്തെ പറഞ്ഞുകൂടി ആ സത്തെ. അവളുടെ കൊടയും എടുത്തോണ്ടോ. എന്നാ പിടിച്ചോ. നിന്നോടല്ലേടി പറഞ്ഞു പിടിക്കാൻ. പത്മാവതി ചേച്ചിയുടെ മരുമോളാണെങ്കിൽ അക്കാര്യം നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോടി. ഈ കോളനിക്ക് ചില രീതികളൊക്കെ ഉണ്ട്. ഇവിടെ പിഴച്ചു പോണമെങ്കിൽ അതൊക്കെ ദേ അവിടെ ചോദിച്ച് പഠിക്ക്. ആ പിന്നെ, ഈ കോളനി താമസിക്കുമ്പോഴേ ഇത്ര അലങ്കാരമൊന്നും വേണ്ട. ഇവിടെ സൗന്ദര്യ മത്സരമൊന്നും നടക്കുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.